ഗൈസ് അങ്ങനെ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇത് കുഞ്ഞായതേ ഉള്ളൂ. കുറച്ച് വലുതായപ്പോൾ തന്നെ ആ മാങ്ങ ഞങ്ങളങ്ങ് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിഫാറ്റിൽ ഞങ്ങളുടെ ലാസ്റ്റത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഷിപ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ. ഈ ക്രിസ്മസ് വെക്കേഷന് ഇതുപോലത്തെ ഒരു ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത മടിയായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായി. ഇപ്പോൾ പുറത്ത് കാണുമ്പോൾ അതിൻ്റെ രൂപമൊക്കെ അറിയാമെങ്കിലും അതിൻ്റെ അകത്ത് കയറാൻ ഇതൊരു ചാൻസോ ഒരു എക്സ്പീരിയൻസോ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിന് പറ്റി. എന്തോ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു തലകറക്കവും ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ആയിരുന്നു. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും സാധീനെ കൂട്ടാറില്ല എന്നാണ് പരാതി. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ സന്തോഷമാണ് ആ മുഖത്ത്. പക്ഷെ ഇപ്പോൾ പുറത്തുനിന്ന് കണ്ടാൽ പോരല്ല, അകം കൂടി കാണണ്ടേ. ഇതാണ് അതിൻ്റെ അകം. ഭയങ്കര ഒരു ഓയിലിൻ്റെ സ്മെല്ലൊക്കെ ആയിരുന്നു. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഓയിലിൻ്റെ സ്മെല്ല്? ഈ റൗണ്ട് സാധനം എന്നും ദൂരത്തുനിന്ന് കാണാറുണ്ടെങ്കിലും ഇതിപ്പോൾ കുറച്ചുകൂടി അടുത്തായ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് മാത്രമല്ല വേറെ കോളേജിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇതാണ്. എൻ്റെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോകാറുള്ള കടയിലൊന്ന് കയറിയിട്ട് ഓർമ്മയൊന്ന് പുതുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് പോവാണ്. വന്നപ്പോൾ ഇത്ര ലഗേജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ പോകുമ്പോൾ 2-3 ബാഗുകളുണ്ട്. ഇതിനൊക്കെ ചുമന്ന് ഞാൻ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ചു. പക്ഷേ കൊണ്ടുപോയല്ലേ പറ്റും. എറണാകുളം വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ പണിയാണ് ലഗേജ് പാക്ക് ചെയ്യുക, എങ്ങോട്ടേലും പോവുക, തിരിച്ചു വരാൻ പാക്ക് ചെയ്യുക. തിരിച്ച് കോളേജിലെത്തിയപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് പഴംപൊടിയും ചായയും കുടിച്ചിട്ടുണ്ട്. നാളെ മുതൽ രാവിലെ എണീറ്റ് കോളേജിൽ പോവുക ഇത് തന്നെ. അപ്പോൾ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.